പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഓണപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണല്ലോ. ഈ പരീക്ഷയിൽ ഫുൾ മാർക്ക് വാങ്ങാനുള്ള ട്രിക്സും ടെക്നിക്കുകളും അടങ്ങിയ പഠനതന്ത്രങ്ങളും ഓർമ്മസൂത്രങ്ങളും ഉൾക്കൊള്ളിച്ച വീഡിയോ ക്ലാസ്സാണിത്. പരിചയക്കുറവുള്ള പുസ്തകമായിരിക്കാം. ഈ വീഡിയോ ക്ലാസ് കണ്ടും കേട്ടും എഴുതിയും മനസ്സിലാക്കി നിങ്ങൾ പരീക്ഷയെ അഭിമുഖീകരിച്ചു നോക്കൂ. ഒരുപക്ഷേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാനാവും. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ കാറ്റഗറി ചോദ്യങ്ങൾ സാധാരണ ഒരു പാരഗ്രാഫ് തന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ 6 ചോദ്യങ്ങൾ ചോദിക്കും എന്നതാണ്. ഒരു പക്ഷേ ഈ വർഷം അതിന് മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ഇത് പരിശീലിക്കാനായി ടെക്സ്റ്റ് ബുക്കിലെ 16-ാമത്തെ പേജാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. 16-ാമത്തെ പേജ് നോക്കാം. ആദ്യം അർത്ഥം പറയാം. ലുഗത്തുല്ലാദ്, ലാദിൻ്റെ ഭാഷ. അന ബിന്തു അദ്നാൻ, ഞാൻ ബിന്തു അദ്നാനാണ്. യുസമ്മീനി അൽ അഹ്ബാബു ബിൽ ലുഗത്തില്ലാദ്, എൻ്റെ പ്രിയപ്പെട്ടവർ എന്നെ ലുഗത്തുല്ലാദ് എന്ന് വിളിക്കുന്നു. തജിദൂനനി ഫി കുല്ലി മജാലിൻ, എല്ലാ മേഖലകളിലും നിനക്കെന്നെ കാണാം. ഫിൽ ഉലൂമി വ ടെക്നോളജിയ, ടെക്നോളജി ശാസ്ത്ര മേഖലകളിൽ. വഫി മൈദാനിൽ ഫന്നി വൽ അദബ്, സാഹിത്യത്തിൻ്റെയും കലയുടെയും മേഖലകളിൽ. വഫിസ്സിനാഅത്തി വത്തിജാറ, കച്ചവടത്തിൻ്റെയും വ്യവസായത്തിൻ്റെയും മേഖലകളിൽ. ഇദാ ദഖൽതുമുസ്സൂഖൽ മർക്കസി, നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പ്രവേശിച്ചാൽ. തറൗനനി അലൽ ഗുലുഫി വൽ ഉലുബാത്തി, നിങ്ങൾക്കെന്നെ പാക്കറ്റുകളിലും കവറുകളിലും കാണാം. വഫില്ല ഇഹാത്തി വൽ ഏലാനാത്ത്, ബോർഡുകളിലും പരസ്യങ്ങളിലും എല്ലാം നിങ്ങൾക്കെന്നെ കാണാം. നൊക്കിഷ ഇസ്മി ഫി മക്കരി ഹൈഅത്തിൽ ഉമമിൽ മുത്തഹിദ, എൻ്റെ പേര് ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്ത് കൊത്തിവച്ചിട്ടുണ്ട്. അൽ മക്തബാത്തു മലീഅത്തുൻ ബിൽ കുതുബിൽ അറബിയ അൽ ഇൽമിയ, ലൈബ്രറികൾ അറബിക് വൈജ്ഞാനിക പുസ്തകങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. വസ്യഅത്തു ജമീഅ അൻവാഇൽ അദബ്, സാഹിത്യത്തിൻ്റെ എല്ലാ ഇനങ്ങളിലും ഞാൻ വ്യാപിച്ചിട്ടുണ്ട്. മിന റിവായാത്തി, നോവലുകൾ പോലെ. വൽ മസ്റഹിയാത്ത്, നാടകങ്ങൾ പോലെ. വൽ ഖിസ്സസ്, കഥകൾ പോലെ. വൽ അഖാസീസ്, ചെറുകഥകൾ പോലെ. വൽ അഷ്ആർ, കവിതകൾ പോലെ. വൽ അനാഷീദ്, ഗാനങ്ങൾ പോലെ. അഫ്തഖിറു ബി തുറാസി, ഞാൻ എൻ്റെ പാരമ്പര്യത്തെ തൊട്ട് അഭിമാനിക്കുന്നു. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. വലതുവശത്ത് ഇഖ്റ ഇൽ ഫിഖ്റ, പാരഗ്രാഫ് വായിക്കുക. വ അജിബ് അനിൽ അസ്ഇല, എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ലിദ്ദു വലദ്. വലദ് എന്ന പദത്തിൻ്റെ ലിദ് നമുക്കറിയാം വിപരീത പദം എന്നുള്ളതാണ്. ഇതിനായിട്ട് നമുക്ക് ഒന്ന് പരതി നോക്കാം. അന ബിന്തു അദ്നാൻ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണാം ബിന്ത് എന്ന പദം, അതാണ് വലതിൻ്റെ ലിദ്ദായി വരുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഇസ്മുൻ ആഖറ ലിൽ ലുഗത്തിൽ അറബിയ, അറബിക് ഭാഷയുടെ മറ്റൊരു പേര്. ഈ പാരഗ്രാഫിൽ 2 പേരുകൾ തന്നിട്ടുണ്ട്. അതിൽ ഒന്നാണ് ബിന്തു അദ്നാൻ, അതുപോലെ ലുഗത്തുല്ലാദ്, നമ്മുടെ ഹെഡിങ് തന്നെ അതാണ്. മൂന്നാമത്തെ ചോദ്യം, ആദാബുൻ മുഫ്രദുഹു, ആദാബ് എന്ന പദത്തിൻ്റെ മുഫ്രദ് എന്ന പദത്തിൻ്റെ അർത്ഥം ഏകവചനം. അത് മുത്തറാദിഫ് എന്ന പദവുമായിട്ട് കൺഫ്യൂഷനായി പോകരുത്. മുത്തറാദിഫ് എന്നത് പര്യായ പദം എന്നതാണ്, മുഫ്രദ് ഏകവചനം. ആദാബ് എന്ന പദത്തിൻ്റെ മുഫ്രദ് നമുക്ക് 2ാമത്തെ വരിയിൽ കാണാം. അൽ അദബു, അദബ് എന്നതാണ് ആദാബ് എന്ന പദത്തിൻ്റെ മുഫ്രദ്. 4ാമത്തെ ചോദ്യം, ഐന നൊക്കിഷ ഇസ്മു ലുഗത്തിൽ അറബിയ, അറബിക് ഭാഷ എവിടെ കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ട്? അതിൻ്റെ ഉത്തരം വരുന്നത് 4ാമത്തെ വരിയിലാണ്. നൊക്കിഷ ഇസ്മി ഫി മക്കരി ഹൈഅത്തിൽ ഉമമിൽ മുത്തഹിദ, എൻ്റെ പേര് ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്ത് കൊത്തിവച്ചിട്ടുണ്ട് എന്നതാണ്. ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ഒരു ട്രിക്ക് പറയാം.
ഐന എന്ന ചോദ്യപദം ഒഴിവാക്കിയതിന് ശേഷമുള്ള പദങ്ങൾ നമ്മുടെ പാരഗ്രാഫിൽ എവിടെയൊക്കെയുണ്ട് എന്ന് പരതി നോക്കുക. ഒരു പക്ഷേ അവിടെ നിങ്ങൾക്കതിൻ്റെ ഉത്തരം കിട്ടിയേക്കാം. 5-ാമത്തെ ചോദ്യം, ഇസ്താദ് മുത്തറാദിഫുഹു. ഇസ്താദ് സ്റ്റേഡിയം എന്നാണ് അർത്ഥം. അതിൻ്റെ ഉത്തരം നമുക്ക് 2-ാമത്തെ വരിയിൽ കാണാൻ കഴിയും. മൈദാൻ. മൽഅബ് എന്നും ഇസ്താദ് എന്ന പദത്തിന് മുത്തറാദിഫായിട്ടുണ്ട്. 6-ാമത്തെ ചോദ്യം, ഇൽമുൻ ജംഉഹു. ഇൽമിൻ്റെ ജംഅ് പ്ലൂറൽ ബഹുവചനം ഏതാണ്? അത് നമുക്ക് കാണാൻ കഴിയും. 2-ാമത്തെ വരിയുടെ ഫസ്റ്റിൽ തന്നെ കാണാം. ഫിൽ ഉലൂമി. ഇൽമിൻ്റെ ജമാണ് ഉലൂം. 7-ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. അഹബ്ബ മുത്തറാദിഫുഹു. അഹബ്ബ എന്ന പദത്തിൻ്റെ പര്യായ പദം ഓപ്ഷനിൽ മുഅജബ്, മൽഅബ്, ഷുഗിഫ എന്നിവയൊക്കെ കാണാം. ഇതിനായിട്ട് ടെക്സ്റ്റ് ബുക്കിലെ 14-ാമത്തെ പേജ് എടുക്കുക. 14-ാമത്തെ പേജിൽ നുറാജി ഉന്നസ്വ കണ്ടൻറ്റിലേക്ക് നമുക്ക് മടങ്ങാം. വനഖ്താറു മിൻഹു എന്നിട്ട് അതിൽ നിന്നും സെലക്ട് ചെയ്യാം. മാ യുനാസിബു മഅനൽ കലിമാത്തിൽ മുലവ്വന കളേർഡായിട്ടുള്ള പദങ്ങളുടെ അതേ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവ. വനഖ്റഉ എന്നിട്ട് വായിക്കാം. 1-ാമത്തേത് അഹബ്ബ മാജിദുൻ ഖുറത്തൽ ഖദം. മാജിദ് ഫുട്ബോൾ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് അവിടെ കൊടുത്തിട്ടുള്ളത് ഷുഗിഫ മാജിദുൻ ബി ഖുറത്തിൽ ഖദം. മാജിദ് ഫുട്ബോളിൽ ആകൃഷ്ടനായി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു. ഷുഗിഫ ബി എന്ന പദമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഷുഗിഫ എന്ന് മാത്രം എഴുതിയാലും മാർക്ക് ലഭിച്ചേക്കാം. 2-ാമത്തേത് മനില്ല ഇബുൽ മുഅജബു ഇന്ദക്ക. നിന്നെ അത്ഭുതപ്പെടുത്തിയ കളിക്കാരൻ ആര്? അൽ മുഅജബ് എന്ന പദത്തിന് ഇവിടെ ഉത്തരമായി നമുക്ക് ലഭിക്കേണ്ടത് അൽ മുഫല്ലൽ. അസ്ന അൽ ഔദത്തി അബ്ദ മാജിദുൻ റഗ്ബതഹു. മടങ്ങുന്ന സമയത്ത് മാജിദ് അവൻ്റെ ആഗ്രഹം അറിയിച്ചു. അൽ ഔദത്ത് എന്ന പദത്തിന് യോജിക്കുന്ന വേർഡാണ് അർറുജൂ. അവസാനത്തേത് ഖറജ മാജിദുൻ ഇലൽ മൽഅബിലി മുഷാഹദത്തിൽ മുബാറാത്ത്. മാജിദ് മത്സരം കാണാനായി പുറപ്പെട്ടു. മൈദാൻ, ഇസ്താദ് എന്നൊക്കെയാണ് മൽഅബ് എന്ന പദവുമായി യോജിപ്പുള്ള പദങ്ങൾ. 8-ാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. നുക്കമ്മിലുൽ ഫറാഗ. വിട്ടുപോയ ഭാഗം നമുക്ക് പൂർത്തിയാക്കാം. ബിജംഇൽ മുവന്നസി സാലിം. ജമ്മ മുവന്നസ് സാലിം ഉപയോഗിച്ചുകൊണ്ട് കമാ ഫിൽ മിസാൽ ഉദാഹരണത്തിൽ കാണുന്നത് പോലെ. അവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അൽ മക്തബാത്തു ലൈബ്രറികൾ മലീഅത്തുൻ ബിൽ കുതുബിൽ അറബിയ അൽ ഇൽമിയ അറബിക് വൈജ്ഞാനിക പുസ്തകങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. ഇവിടെ അൽ മക്തബാത്ത് എന്നതാണ് ജമ്മ മുവന്നസ് സാലിം. നമ്മൾ ചെയ്യേണ്ടത് അൽ മുദരിസാത്തു ഡാഷ് ഇലൽ ജാമിഅ. അധ്യാപികമാർ യൂണിവേഴ്സിറ്റിയിലേക്ക്. റാഹിബത്ത് എന്ന പദമാണ് നമുക്ക് ഫോർമാറ്റ് ചെയ്യേണ്ടത്. റാഹിബാത്ത് എന്നതാണ് അൽ മക്തബാത്ത് എന്ന ഫോർമാറ്റിലേക്കാക്കുമ്പോൾ ഉത്തരമായി വരേണ്ടത്. വളരെ സിമ്പിളാണ്. ജമ്മ മുവന്നസ് സാലിമിൻ്റെ അവസാനം അലിഫും ഒരു തായും ചേർത്ത് കൊടുക്കുക. ബാത്ത ആയിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട പദങ്ങൾ നിങ്ങൾക്ക് 16-ാമത്തെ പേജുകളിൽ ധാരാളം കാണാൻ കഴിയും. അതുപോലെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് 33 ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഫോർമാറ്റിലല്ലാതെ മറ്റു രീതികളിലും ജമ്മ വരും. അതൊക്കെ നിങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. 33-ാമത്തെ പേജിലെ ജമ്മുകൾ നമുക്ക് വായിക്കാം. നഖ്താർ ജുമൂഉൽ കലിമാത്തിൽ ആത്തിയ മിനൽ മൻളൂം. പദ്യത്തിൽ നിന്ന് താഴെയുള്ള പദങ്ങളുടെ ജംഉകൾ നമുക്ക് കണ്ടെത്താം. ജമ്മിനോടൊപ്പം നിങ്ങൾ മുഫ്രദും പഠിച്ചിരിക്കണം. മൻബ ഉറവിടം, ഉറവ. മനാബി എന്നതാണ് അതിൻ്റെ ജംഅ്. ദൗലത്തുൻ രാജ്യം, ദുവലുൻ രാജ്യങ്ങൾ, അഹുൻ ഇഖ്വത്തുൻ, റീഹുൻ റിയാഹുൻ, നുഫായത്തുൻ നുഫയാത്തുൻ, ഫിഅലുൻ അഫ്ആലുൻ. ഈ പദങ്ങളൊക്കെ നിങ്ങൾ ബൈഹാർട്ടാക്കിയിരിക്കുക. 9-ാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം.
കമ്മിൽ ബിൽ ഹാലിൽ മുനാസിബ്, യോജിച്ച ഹാല് കൊണ്ട് പൂർത്തിയാക്കുക. അലിഫ് ഷാഹദ മാജിദുൻ അൽ മുബാറാത്തു, മാജിദ് മത്സരം വീക്ഷിച്ചു. ബാ സ്വാറൽ മുത്തഹമു ഡാഷ്, കലിക്കുൻ കലിക്കിൻ കലിക്കൻ. ഉത്തരം ഏതാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ടെക്സ്റ്റ് ബുക്കിലെ 41-ാമത്തെ പേജ് എടുക്കുക. അവിടെ നുലാഹിലുൽ കലിമാത്തിൽ മുലവ്വന, കളേർഡായിട്ടുള്ള കലിമത്തുകൾ നമുക്ക് നിരീക്ഷിക്കാം. ഫിത്ത് തസ്രീഹാത്തിൽ ആത്തിയ, താഴെയുള്ള പ്രസ്താവനകളിലെ. വനഖ്താറു മിന തംസീലിയ, എന്നിട്ട് നാടകത്തിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. കലിമാത്തിൽ ഹാലിൽ മുമാഥില, ഇതുപോലെയുള്ള ഹാലിൻ്റെ പദങ്ങൾ. യൽതഫിത്തുൽ ഖാളി ഇലൽ മുത്തഹിം, ജഡ്ജ് കുറ്റാരോപിതനിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. ജിദ്ദിയൻ, അവിടെ ചുവന്ന കളറിൽ കൊടുത്തതായി കാണാം. ജിദ്ദിയൻ, ഇതാണ് ഹാലിൻ്റെ പദം. രണ്ടാമത്തേതിൽ യൻളുറുൽ മുത്തഹമു ഇലൽ ഖാളി ഖലിക്കൻ, കുറ്റാരോപിതൻ ഖാളിയിലേക്ക് നോക്കുന്നു. ഖലിക്കൻ, അസ്വസ്ഥനായി. ഇതേ ഫോർമാറ്റിൽ വരുന്ന പദങ്ങളാണ് ഹാല് എന്ന് നിങ്ങൾ പ്രാഥമികമായി മനസ്സിലാക്കിയിരിക്കുക. മസ്റൂറൻ, മുത്തുമഇന്നൻ തുടങ്ങിയ പല ഫോർമാറ്റുകളിലും ഇത് വരും. ഇപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഷാഹദ മാജിദുൻ അൽ മുബാറാത്തു, ഉത്തരം വരേണ്ടത് ജാലിസൻ. ബാ സ്വാറൽ മുത്തഹമു ഖലിക്കൻ, ഇതാണ് ഉത്തരം വരേണ്ടത്. 10ാമത്തെ ചോദ്യം, ഇസ്തഅമൽ മിൻ ഫളലിക വ തഫല്ലൽ. ഇസ്തഅമൽ ഉപയോഗിക്കൂ, പ്രയോഗിക്കൂ. മിൻ ഫളലിക വ തഫല്ലൽ, ഇവ വാക്യത്തിൽ പ്രയോഗിക്കുക, വാക്യത്തിൽ ഉപയോഗിക്കുക. അലിഫ് ദഹബ റാഷിദുൻ ഇലൽ മത്അം, റാഷിദ് ഹോട്ടലിലേക്ക് പോയി. വക്കാലലിന്നാദിൽ, എന്നിട്ട് വെയിറ്ററോട് പറഞ്ഞു. ഡാഷ് ഉരീദു ഷായ്, എനിക്ക് ചായ വേണം. ബാ ഖാലത്ത് ത്വാലിബുലി സ്വദീഖിഹി, വിദ്യാർത്ഥി തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു. ഹാദാ കലമുക, ഇതാ നിൻ്റെ പേന. ഡാഷ്, ഇതിൻ്റെ ഉത്തരം പറയാം. അതിനു മുൻപ് 12ാമത്തെ പേജ് എടുക്കുക. 12ാമത്തെ പേജിൽ നഖ്റഉൽ ജുമല, നമുക്ക് സെൻറ്റൻസുകൾ വായിക്കാം. വ നുതബ്ബിഖു മിൻ ഫളലിക വ തഫല്ലൽ, നമുക്കവിടെ തഫല്ലൽ, മിൻ ഫളലിക എന്നിവ അപ്ലൈ ചെയ്യാം. ഒന്നാമത്തേത് ഇഖ്തറബൽ മുസാഫിറു മിനസ്സായിഖ്, യാത്രക്കാരൻ ഡ്രൈവറോടടുത്തു. വഖാല, എന്നിട്ട് പറഞ്ഞു. മിൻ ഫളലിക്, പ്ലീസ്. ഉരീദു സയ്യാറ, എനിക്ക് കാറ് വേണം. രണ്ടാമത്തേത് ഖാലത്ത് നജ്മാലി സ്വദീഖിഹ, നജ്മ തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു. മിൻ ഫളലിക്, പ്ലീസ്. ഉരീദു ഖലമൻ, എനിക്കൊരു പേന വേണം. ഖാലത്ത് മുവല്ലഫത്തുൽ ഇസ്തിഖ്ബാൽ, സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥ പറഞ്ഞു. അൽ മിഫ്താഹ്, താക്കോൽ. തഫല്ലൽ, ഇതാ സ്വീകരിക്കൂ. ഇഖ്തറബൻ നാദിൽ, വെയിറ്റർ അടുത്തേക്ക് പോയി. മിനൽ മുഹന്ദിസി, എഞ്ചിനീയറുടെ. വക്കാല, എന്നിട്ട് പറഞ്ഞു. അൽ ഫാത്തൂറ, ബില്ലിത. തഫല്ലൽ, അവിടെ വേണ്ടത് തഫല്ലൽ, സ്വീകരിക്കൂ. ഇവിടെ പഠിക്കാനുള്ള ഒരു തന്ത്രം കൂടി പറയാം. ഒരു കാര്യം മറ്റുള്ളവനോട് ആവശ്യപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ അവിടെ മിൻ ഫളലിക എന്ന് പ്രയോഗിക്കുക. ഇനി ഒരു വസ്തു മറ്റുള്ളവന് നൽകുമ്പോൾ, ഭവ്യതയോടെ നൽകുമ്പോൾ അവിടെ തഫല്ലൽ എന്ന് പ്രയോഗിക്കുക. മിൻ ഫളലിക ആദ്യ 2 ഉദാഹരണങ്ങളിൽ പ്രയോഗിച്ചത് നോക്കുക. അതുപോലെ തഫല്ലൽ രണ്ടാമത്തെ 2 ഉദാഹരണങ്ങളിലും പ്രയോഗിച്ചത് നോക്കുക. ടെക്സ്റ്റ് ബുക്കിലെ 13ാമത്തെ പേജിലെ ഇസ്തഅദന ത്വാലിബു, വിദ്യാർത്ഥി അനുമതി ചോദിച്ചു ബിദ്ദുഖൂൽ, പ്രവേശിക്കാൻ. ഫഖാലൽ മുദരിസു, അപ്പോൾ അധ്യാപകൻ പറഞ്ഞു. തഫല്ലൽ, അദ്ദേഹത്തിന്, ആ കുട്ടിക്ക് പ്രവേശന അനുമതി നൽകി. ഖദ്ദമത്ത് മുവല്ലഫത്തു ത്വയ്റാനി ബിത്വാഖത്ത സഊദ്, വിമാന ഉദ്യോഗസ്ഥ ബോർഡിംഗ് പാസ് നൽകി. ഇലൽ മുസാഫിർ, യാത്രക്കാരന്. വക്കാലത്ത്, എന്നിട്ട് പറഞ്ഞു. ബിത്വാഖത്ത സഊദ്, ബോർഡിംഗ് പാസ്. തഫല്ലൽ, ഇതാ സ്വീകരിക്കൂ. ചോദ്യത്തിലേക്ക് വരാം. ദഹബ റാഷിദുൻ ഇലൽ മത്അമി വഖാല ലിന്നാദിൽ,
റാഷിദ് ഹോട്ടലിലേക്ക് പോയി വെറ്ററോട് പറഞ്ഞു, ആവശ്യപ്പെടുകയാണ് ഒരു കാര്യം. എന്താണ് വേണ്ടത്? മിൻ ഫളലിക് ഉരീദു ഷായ്. രണ്ടാമത്തേത് നോക്കുക. ഖാല ത്വാലിബു, വിദ്യാർത്ഥി പറഞ്ഞു ലിസ്വദീഖിഹി, തൻ്റെ കൂട്ടുകാരനോട്, ഹാദാ ഖലമുക, ഇതാ നിന്റെ പേന, തഫല്ലൽ, ഇതാ സ്വീകരിക്കൂ. 11ാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. സിൽ ബിൽ മുനാസിബ്, യോജിച്ചതുമായി ചേർക്കുക, അതായത് ചേരുംപടി ചേർക്കുക. ഒന്നാമതായി കൊടുത്തിട്ടുള്ളത് തലവുസുൽ ബിഅ, പരിസ്ഥിതി മലിനീകരണം. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് മാജിദ് അല്ല അദ്ദക്തൂർ മുഅ്തസ് അലി. ഈ പദ്യം എഴുതിയ വ്യക്തിയുടെ പേരാണ് ഡോക്ടർ മുഅ്തസ് അലി. രണ്ടാമത്തേത് ലുഗത്തു മലയാളം, മലയാളം ഭാഷ. മലയാളം ഭാഷയുമായി യോജിക്കുന്നത് തുഞ്ചത്ത് എഴുത്തച്ഛനാണ്. മലയാള ഭാഷയുടെ പിതാവാണ് ഇദ്ദേഹം. മൂന്നാമത്തേത് അൽ ബത്തുലുൽ മുഫല്ലൽ, ഇഷ്ടതാരം. അതുമായി ബന്ധപ്പെട്ടത് മാജിദാണ്. ഫുട്ബോൾ മത്സരം കാണാനായി ദോഹയിലേക്ക് പോയി അവിടെ അവൻ്റെ ഇഷ്ടതാരത്തെ കണ്ടു. അടുത്തത് ലുഗത്തി അൽ അറബിയ, എൻ്റെ അറബിക് ഭാഷ. ഇതുമായി ബന്ധപ്പെട്ടത് ജലീൽ ഹസ് അൽ ആണ്. 20ാമത്തെ പേജിൽ അദ്ദേഹത്തിൻ്റെ പദ്യം നമുക്ക് കാണാം. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ: പദ്യം, പദ്യത്തിലെ പ്രതിപാദ്യ വിഷയം, കവിയുടെ പേര് തുടങ്ങിയ പ്രധാനപ്പെട്ട ഏരിയകളെല്ലാം ചേരുംപടിക്കായിട്ട് നിങ്ങൾ നോക്കിയിരിക്കണം. 12ാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. നുക്മിലുൽ ഖാന കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിൽ കാണുന്നത് പോലെ കോളങ്ങൾ നമുക്ക് പൂർത്തിയാക്കാം. ഇതിനായി ടെക്സ്റ്റ് ബുക്കിലെ 17ാമത്തെ പേജ് എടുക്കുക. ഉദാഹരണങ്ങൾ നോക്കാം. അഫ്തഖിറു ബിവത്വനി, അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ രാജ്യത്തെയോർത്ത് അഭിമാനിക്കുന്നു. തഫ്തഖിറു ബിവത്വനിക, നീ നിൻ്റെ രാജ്യത്തെയോർത്ത് അഭിമാനിക്കുന്നു. നഫ്തഖിറു ബിവത്വനിന, നാം നമ്മുടെ രാജ്യത്തെയോർത്ത് അഭിമാനിക്കുന്നു. ഇതേപോലെ താഴെയുള്ളവ നമുക്ക് പൂർത്തിയാക്കാം. ഇതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് മാർക്ക് വാങ്ങാവുന്ന ഒരു ഏരിയയാണിത്. അഫ്തഖിറു ബിലുഗതി, ഞാൻ എൻ്റെ ഭാഷയുടെ കാര്യത്തിൽ അഭിമാനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത കോളത്തിൽ വേണ്ടത് തഫ്തഖിറു ബിലുഗതിക, നീ നിൻ്റെ ഭാഷയെയോർത്ത് അഭിമാനിക്കുന്നു. അടുത്തത് നഫ്തഖിറു ബിലുഗത്തിന, നാം നമ്മുടെ ഭാഷയുടെ കാര്യത്തിൽ അഭിമാനിക്കുന്നു. അഫ്തഖിറു ബി മദ്രസത്തി, ഞാൻ എൻ്റെ സ്കൂളിനെയോർത്ത് അഭിമാനിക്കുന്നു. തഫ്തഖിറു ബി മദ്രസത്തിക്ക, നീ നിൻ്റെ സ്കൂളിനെയോർത്ത് അഭിമാനിക്കുക. നഫ്തഖിറു ബി മദ്രസത്തിന, നാം നമ്മുടെ സ്കൂളിനെയോർത്ത് അഭിമാനിക്കുന്നു. നുക്മിലുൽ ഖാന എന്ന് താഴെ കൊടുത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട വാക്കുകൾ എവിടെ മാറ്റം വരുന്നു എന്നത് ഒരു റൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി മനസ്സിലാക്കുക. ഈ ഭാഗം നന്നായി പരിശീലിക്കുകയും ചെയ്യുക. അതിനുവേണ്ടി ഒരു ഉദാഹരണം കൂടെ തരാം. അദ്ഹബു ഇലാ ബൈത്തി, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു. തദ്ഹബു ഇലാ ബൈത്തിക, നീ നിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. നദ്ഹബു ഇലാ ബൈത്തിന, നാം നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു. 13ാമത്തെ ചോദ്യം. ഇഖ്റഇൽ ഫിഖ്റ, പാരഗ്രാഫ് വായിക്കുക. വകവ്വിൻ മിൻഹാ സല അസ്ഇല, അതിൽ നിന്ന് 3 ചോദ്യങ്ങൾ നിർമ്മിക്കുക. ബി ഇസ്തിആനത്തിൽ അദവാത്തിൽ ഇസ്തിഫ്ഹാമിയ, ക്വസ്റ്റ്യൻ വേർഡ്സുകളുടെ സഹായത്തോടു കൂടി. ഇവിടെ 3 ചോദ്യ പദങ്ങൾ നൽകിയിട്ടുണ്ട്. കം, എത്ര, മാഹുവ, ഏത്, കൈഫ, എങ്ങനെ. നമുക്ക് പാരഗ്രാഫ് വായിക്കാം. കൈരള വിലായത്തുൻ ജമീലത്തുൻ, കേരളം ഭംഗിയുള്ള ഒരു സംസ്ഥാനമാണ്. ഫിഹ അർബഉൻ വ അർബഊന നഹ്റൻ, അവിടെ 44 നദികളുണ്ട്. നെഹ്റു ബരിയാർ ഹുവ അക്ബറു നെഹ്രി വിലായത്തിന, പെരിയാർ അതാണ് നമ്മുടെ സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ നദി.
ത്വഖുസുഹ ജയ്യിദുൻ, അതിലെ കാലാവസ്ഥ നല്ലതാണ്. യുസ്രിഫുന്നാസു ഫി ഇസ്തിഅമാലിൽ മാ, ജനങ്ങൾ വെള്ളം ഉപയോഗിക്കുന്നതിൽ ധൂർത്ത് കാണിക്കുന്നു. ടെക്സ്റ്റ് ബുക്കിലെ 30-40 പേജുകളിലെ സെൻറ്റൻസുകൾ ഇതിൽ കാണാം. ചോദ്യം നിർമ്മിച്ചു നോക്കാം. ആദ്യം കം. കം എന്നതിൻ്റെ അർത്ഥം എത്ര എന്നുള്ളതാണ്. അപ്പോൾ എണ്ണവുമായി ബന്ധപ്പെട്ട എന്ത് പോയിൻ്റാണ് ഇവിടെ പറയുന്നത്? അവിടെ അർബഉൻ വ അർബഊന നഹറൻ, 44 പുഴകളുണ്ടെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ചോദ്യമുണ്ടാക്കാം. കം നഹറൻ ഫി വിലായത്തി കൈരള. രണ്ടാമത്തേത് മാഹുവ, ഏത്. ഏതോ ഒരു വസ്തുതയുമായി ബന്ധപ്പെട്ട ചോദ്യം നമുക്കുണ്ടാക്കാം. മാഹുവ അക്ബറു നഹരി വിലായത്തി കൈരള, കേരളത്തിലെ ഏറ്റവും വലിയ പുഴ, നദി ഏതാണ്? അടുത്തത് കൈഫ, എങ്ങനെ. കൈഫ ത്വഖ്സു വിലായത്തി കൈരള, കേരളത്തിലെ കാലാവസ്ഥ എങ്ങനെയുള്ളതാണ്? ഇനി അല്പം ചോദ്യപദങ്ങൾ, ക്വസ്റ്റ്യൻ വേർഡ്സ് കൂടെ പരിചയപ്പെടാം. ഇവയുടെ അർത്ഥം മാറിപ്പോയാൽ ഒരു പക്ഷേ ചോദ്യം തെറ്റാവാം, നമ്മുടെ മാർക്കും നഷ്ടപ്പെടാം. ആദ്യത്തേത് മാ അല്ലെങ്കിൽ മാതാ, എന്ത്, എന്താകുന്നു. മൻ, ആര്. മത, എപ്പോൾ. ഐന, എവിടെ. ഇല ഐന, എവിടേക്ക്. മിൻ ഐന, എവിടെ നിന്ന്. കം, എത്ര. കൈഫ, എങ്ങനെ. അയ്യോ, ഏത്. ലിമ, എന്തിന്, എന്തുകൊണ്ട്. ലിമൻ, ആരെ, ആരുടെ, ആരോട്. ഇതിനൊക്കെ ഉപയോഗിക്കാം. ബിമ, എന്തുകൊണ്ട്. ഹൽ, ആണോ അല്ലെങ്കിൽ ഉണ്ടോ. 14-ാമത്തെ ചോദ്യം. ഇഖ്റഇൽ ഫിഖ്റ, പാരഗ്രാഫ് വായിക്കുക. വകമ്മിലിൽ ഖാനാത്തിൽ ഇഹ്സാഇയ്യ, സ്ഥിതിവിവര കണക്കുകളുടെ കോളങ്ങൾ പൂർത്തിയാക്കുക. കണ്ടന്റിലേക്ക് വരാം. ഷാക്കിറുൻ ത്വാലിബുൻ നഷീത്തുൻ, ഷാക്കിർ ഉന്മേഷമുള്ള ആക്റ്റീവായ ഒരു വിദ്യാർത്ഥിയാണ്. യദുർസു ഫിൽ മദ്രസത്തിൽ ഹുക്കൂമിയ കാലിക്കൂത്ത്, അവൻ കോഴിക്കോട് ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്നു. യസ്കുനു ഫി ഖറിയത്തി ഫറോക്ക്, അവൻ ഫറോക്ക് ഗ്രാമത്തിൽ താമസിക്കുന്നു. വഹുവ ഉളുവുൻ ഫി മുൻതദൽ ബിഅ, അവൻ പരിസ്ഥിതി ക്ലബിലെ ഒരു അംഗമാണ്. ബൈത്തുഹു ജമീൽ, അവൻ്റെ വീട് ഭംഗിയുള്ളതാണ്. ഇന്ദഹു ഐനാനി തജ്രിയാൻ, ആ വീടിൻ്റെ അടുത്ത് ഒഴുകുന്ന 2 അരുവികളുണ്ട്. വഫി ഖറിയത്തിഹി 145 ആബാർ, അവൻ്റെ ഗ്രാമത്തിൽ 145 കിണറുകളുണ്ട്. വ 14 ബിറക്, 14 കുളങ്ങളുമുണ്ട്. വനഹുറുൻ വാഹിദ്, അതുപോലെ ഒരു പുഴയുമുണ്ട്. യദ്ഹബു മസാഅൻ ഇലാ സാഹിലിൽ ബഹരി, വൈകുന്നേരം അവൻ കടൽ തീരത്തേക്ക് പോകുന്നു. ഇതുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് ബുക്കിലെ 29-ാമത്തെ പേജ് നിങ്ങൾക്കെടുക്കാം. അവിടെ യഖൂമു നാദി അൽ ബിഅ, പരിസ്ഥിതി ക്ലബ്ബ് നിർവഹിക്കുന്നു. ഫി മദ്രസത്തിന, നമ്മുടെ സ്കൂളിൽ. ബി ഇഹ്സാഇയ്യത്തിൻ അനിൽ ഹിഫാലി അലാ മവാരിദിൽ മിയാഹ്, ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിലൊരു സ്ഥിതി വിവര കണക്കെടുക്കാൻ. ഫനുഇദ്ദു ജദ്വലൻ, അതുകൊണ്ട് നമുക്ക് ഒരു ചാർട്ട് തയ്യാറാക്കാം. ലി മവാരിദിൽ മിയാഹിൽ മുഖ്തലിഫ ഫി ഖറിയത്തിന, നമ്മുടെ ഗ്രാമത്തിലെ വ്യത്യസ്ത ജലസ്രോതസ്സുകളെക്കുറിച്ച്. അവിടെ കാണാം ഇസ്മുൽ മദ്രസ, സ്കൂളിൻ്റെ പേര്. നമുക്ക് മുകളിൽ വായിച്ചു നോക്കാം. ഷാക്കിറുൻ ത്വാലിബുൻ നഷീത്തുൻ, ആക്റ്റീവായ ഒരു വിദ്യാർത്ഥിയാണ് ഷാക്കിർ. യദുർസു ഫിൽ മദ്രസത്തിൽ ഹുക്കൂമിയ കാലിക്കൂത്ത്, അവൻ കോഴിക്കോട് ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടി ഇസ്മുൽ മദ്രസ, സ്കൂളിൻ്റെ പേര് അൽ മദ്രസത്തുൽ ഹുക്കൂമിയ കാലിക്കൂത്ത്. രണ്ടാമത്തെ പോയിന്റ് ഇസ്മുൽ ഖറിയ, ഗ്രാമത്തിൻ്റെ പേര്. ഗ്രാമത്തിൻ്റെ പേര് നമുക്ക് ഈ പാരഗ്രാഫിൽ നോക്കാം. അതിൽ 2-ാമത്തെ വരിയിൽ കാണാം യസ്കുനു ഫി ഖറിയത്തി ഫറോക്ക്, അവൻ ഫറോക്ക് ഗ്രാമത്തിൽ താമസിക്കുന്നു. ഇസ്മുൽ ഖറിയ ഫറോക്ക്.
ഇനി താഴെ റഖ്മുൽ മുസൽസൽ. റഖ്മുൽ മുസൽസൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രമ നമ്പർ എന്നാണ്. നിങ്ങൾക്ക് താഴെ വാഹിദ്, ഇസ്നാനി, സലാസ, അർബ, ഹംസ ഈ രീതിയിൽ നമ്പറുകൾ ഇട്ട് കൊടുക്കാം. തൊട്ടിപ്പുറത്തെ കോളത്തിൽ മവാരിദുൽ മിയാഹ് ജലസ്രോതസ്സുകൾ ഒന്നവിടെ കൊടുത്തിട്ടുണ്ട്. അൽ ബിർ അതത് കൊടുത്തിട്ടുണ്ട്, നമ്പർ എത്ര എണ്ണമുണ്ട് എന്ന്. നമ്മുടെ പാരഗ്രാഫിലേക്ക് വരാം. അവിടെ മവാരിദുൽ ബിർ അല്ലെങ്കിൽ ആബാർ സെക്കൻഡ് ലാസ്റ്റ് വരിയിൽ നമുക്ക് കാണാം ആബാർ 145. അതുപോലെ മവാരിദുൽ മിയാഹിൽ നമുക്ക് ബിറക്ക് കൊടുക്കാം, അതിൻ്റെ അതതായിട്ട് വരേണ്ടത് 14. അതുപോലെ മവാരിദുൽ മിയാഹിൽ നെഹർ കൊടുക്കാം, നെഹറിൻ്റെ എണ്ണം 1. അതുപോലെ ഐന് കൊടുക്കാം, ഐന് അരുവി, അതിൻ്റെ അതതായിട്ട് 2 കൊടുക്കാം. അതുപോലെ സാഹിലുൽ ബഹർ എന്ന് സൂചിപ്പിക്കുന്നത് കൊണ്ട് ബഹർ കൊടുക്കാം, അതത് 1. വളരെ എളുപ്പത്തിൽ ഉത്തരങ്ങൾ പാരഗ്രാഫിൽ നിന്ന് കണ്ടെത്തി മാർക്ക് വാങ്ങാവുന്ന ഒരു ഏരിയയാണ് ഇത് എന്ന് മനസ്സിലാക്കുക. വീട്ടിൽ നിന്ന് നന്നായി പ്രാക്ടീസ് ചെയ്യുക. 15ാമത്തെ ചോദ്യം, കവ്വിൻ രൂപപ്പെടുത്തുക, ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കമ്മിൽ പൂർത്തിയാക്കുക. അൽ ബിത്വാഖത്ത് സഊദ് ബോർഡിംഗ് പാസ് പൂർത്തിയാക്കുക. ബിൻ നിഖാത്തിൽ ആത്തിയ താഴെയുള്ള പോയിൻസുകളുടെ സഹായത്തോടു കൂടി. ടെക്സ്റ്റ് ബുക്കിലെ 15ാമത്തെ പേജിൽ ഇക്കാര്യങ്ങൾ കാണാൻ കഴിയും. അതിലെ ചോദ്യം, അൻത മുവല്ലഫൻ ഫി മത്വാരി കാലിക്കൂത്ത്, നീ കോഴിക്കോട് എയർപോർട്ടിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. വസല ഇലൈക ഷാബൻ യുരീദു സഫറ ഇല ഡൽഹി, നിന്റെ അടുക്കലേക്ക് ഡൽഹിയിലേക്ക് യാത്ര ഉദ്ദേശിക്കുന്ന ഒരു യുവാവെത്തി. അൻത തുസ്തിറു ബിത്വാഖത്ത സഊദ്, നീ ബോർഡിംഗ് പാസ് കൊടുക്കും. നുക്മിലുൽ ബിത്വാഖ, ആ കാർഡ്, ആ ബോർഡിംഗ് പാസ് നമുക്ക് പൂർത്തിയാക്കാം. ഇതിലെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പദങ്ങൾ ഇസ്മുൽ മുസാഫിർ, യാത്രക്കാരൻ്റെ പേര് എന്നാണ് അതിൻ്റെ അർത്ഥം. അൽ മുഗാദറ, മുഗാദറ പുറപ്പെടുന്ന സമയം, ഫ്ലൈറ്റ് പുറപ്പെടുന്ന സമയം. അത്താരീഖ് ഡേറ്റ്, തീയതി. അദ്ദറജ ക്ലാസ്. ഫതുഹുൽ ബവ്വാബ ഗേറ്റ് തുറക്കുന്ന സമയം. അൽ ബവ്വാബ ഇവിടെ ഗേറ്റ് നമ്പറാണ് ഉദ്ദേശിക്കുന്നത്. അൽ മഖ്അദ് സീറ്റ് നമ്പർ അല്ലെങ്കിൽ സീറ്റ്. അരിഹില യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫ്ലൈറ്റിൻ്റെ നമ്പർ. ഇത് പലയാവർത്തിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പരീക്ഷയ്ക്ക് പോവുക. ചോദ്യങ്ങൾ വരാം. 16ാമത്തെ ചോദ്യം, വസല റാഷിദുൻ ഇല മൈസൂർ കസാഇഹ്, റാഷിദ് മൈസൂരിലേക്ക് ഒരു ടൂറിസ്റ്റായി എത്തിച്ചേർന്നു. വഫിൽ മസാഇ ദർദശമ അസ്വദീഖിഹി രാജു, വൈകുന്നേര സമയത്ത് തൻ്റെ കൂട്ടുകാരനായ രാജുവുമായിട്ട് അവൻ ചാറ്റ് ചെയ്തു. കമ്മിൽ തിൽക്ക ദർദശ, ആ ചാറ്റിംഗ് പൂർത്തിയാക്കുക. ടെക്സ്റ്റ് ബുക്കിൽ 11ാമത്തെ പേജിൽ നാം പരിചയപ്പെട്ടതാണ്. മാജിദും തൻ്റെ പിതാവും റൂമിലെത്തിയ ശേഷം തൻ്റെ കൂട്ടുകാരനുമായിട്ടുള്ള ചാറ്റിംഗ്. അതൊന്ന് നമുക്ക് വായിക്കാം. വസല മാജിദുൻ വ അബൂഹു ഇലൽ ഖുർഫത്തി വസ്തറാഹ, മാജിദും തൻ്റെ പിതാവും റൂമിലെത്തുകയും വിശ്രമിക്കുകയും ചെയ്തു. ഫതദക്കറ മാജിദുൻ സ്വദീഖഹു കുമാർ വബദ അയുദർദിഷു മഅഹു, അപ്പോൾ മാജിദ് തൻ്റെ കൂട്ടുകാരനായ കുമാറിനെ ഓർക്കുകയും അവനോട് ചാറ്റിംഗ് ആരംഭിക്കുകയും ചെയ്തു. നുക്മിലു മിൻ ഖയാലിന, ആ ചാറ്റിംഗ് നമുക്ക് പൂർത്തിയാക്കാം നമ്മുടെ ഭാവനയിൽ നിന്ന്. ടെക്സ്റ്റ് ബുക്കിൽ കാണാം. മസാ ഉൽ ഖൈർ ഗുഡ് ഈവനിങ്. മസാ ഉന്നൂർ ഗുഡ് ഈവനിങ്. ഐന അൻത, നീ എവിടെയാണ്? ഫിൽ ബൈത്തി വ അൻത, കുമാർ പറയുന്നു ഞാൻ വീട്ടിലാണ്, നീ എവിടെയാണ്? ഫി ദൗലത്തി ഖത്തർ, മാജിദ് പറയുന്നു ഞാൻ ഖത്തർ രാജ്യത്താണ്. ഇവിടെ നമുക്ക് ആ ഒരു ഭാഗം മാറ്റി വ അൻത യാ സ്വദീഖി,
നീ എവിടെയാണ് കൂട്ടുകാരാ? അനഫി മൈസൂർ, ഞാൻ മൈസൂരിലാണ് എന്ന് റാഷിദിന് പറയാം. ലിമദ് ഹബ്ത, നീ എന്തിനാണ് മൈസൂരിലേക്ക് പോയത്? വമൻ മഅക, നിന്നോടൊപ്പം ആരാണുള്ളത്? റാഷിദ് പറയുന്നു, ജിഅ്തുലി മുഷാഹദത്തി മൈസൂർ, ഞാൻ മൈസൂർ കാണാനായിട്ട് വന്നതാണ്. മഈ, എന്നോടൊപ്പമുണ്ട്, അബി വ ഉമ്മി വ ഖാലി. ഈ രീതിയിലൊക്കെ ഈ ദർദശ നമുക്ക് നീട്ടിക്കൊണ്ടുപോകാം. പുതിയ കാലത്തിൻ്റെ ഹിവാറാണ് ദർദശ എന്ന് വേണമെങ്കിൽ പറയാം. ഹിവാർ നാം പലവട്ടം പരിചയപ്പെട്ടതാണ്. അതിലെ പദങ്ങളെല്ലാം തന്നെ, അതിലെ വാക്യങ്ങളെല്ലാം തന്നെ ദർദശയിലും ചാറ്റിങ്ങിലും നമുക്ക് ഉപയോഗിക്കാം. ദർദശയുടെ സമയത്ത് ഒരു വ്യക്തി നമ്മുടെ മുന്നിലുണ്ടായിരിക്കുകയില്ല. എന്നാൽ ഹിവാറിൻ്റെ സമയത്ത് ഒരു വ്യക്തി നമ്മുടെ മുന്നിലുണ്ടായിരിക്കും. സ്വബാഹുൽ ഖൈർ, അതുപോലെ അസ്സലാമു അലൈക്കും, മസാ ഉൽ ഖൈർ, കൈഫൽ ഹാൽ, അന ബിഖൈർ, വ അൻത യാ സ്വദീഖി, കൈഫ സിഹ്ഹതുക, നിൻ്റെ ആരോഗ്യം എങ്ങനെയുണ്ട്? ശുക്രൻ യാ സ്വദീഖി, കൂട്ടുകാരാ നന്ദി. നൽഖാ മഅൽ ഉസ്രതി ഖരീബൻ, നമുക്ക് കുടുംബത്തോടൊപ്പം അടുത്ത് തന്നെ കണ്ടുമുട്ടാം. ഇൻഷാ അല്ലാ യാ ഹമീമി, അള്ളാഹു ഉദ്ദേശിച്ചാൽ എൻ്റെ പ്രിയ സ്നേഹിത. ശുക്രൻ ജസാക്കല്ലാ, നന്ദി, നിനക്ക് അല്ലാ നല്ലത് നൽകട്ടെ, തുടങ്ങിയ വാക്കുകളെല്ലാം ഇതിൽ ഉൾപ്പെടുത്താം. അതുപോലെ അകത്ത് നല്ല കണ്ടൻ്റ് കൂടി ഉൾപ്പെടുത്തിയാൽ നല്ല ഒരു ദർദശ, നല്ല ഒരു ചാറ്റിംഗ് തന്നെ നമ്മുടെ ഉത്തര പേപ്പറുകളിലേക്ക് എഴുതി നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ കഴിയും. അങ്ങനെ കഴിയട്ടെ. 17ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. നൊഇദ്ദു ഖിസ്സതൻ, നമുക്കൊരു കഥ തയ്യാറാക്കാം. അന്നഹ്രി ഷാലിയാർ, ചാലിയാർ പുഴയെക്കുറിച്ച്. ബി മുസാഅദത്തിൻ നിഖാത്തിൽ ആത്തിയ, താഴെയുള്ള പോയിൻസിൻ്റെ അടിസ്ഥാനത്തിൽ, സഹായത്താൽ. ടെക്സ്റ്റ് ബുക്കിലെ 30ാമത്തെ പേജിൽ നമുക്ക് കാണാം. നൊഇദ്ദു ഖിസ്സതൻ അന്നഹരി ഭാരത, ഭാരതപ്പുഴയെക്കുറിച്ച് നമുക്കൊരു കഥ തയ്യാറാക്കാം താഴെയുള്ള പോയിൻസുകളുടെ സഹായത്തോടെ. ഈ പേജാണ് നിങ്ങൾ ഇപ്പോൾ എടുക്കേണ്ടത്. ഓരോന്നിൻ്റെയും അർത്ഥം പറയാം. യജ്രി, ഒഴുകുന്നു. മാഉൻ കസീർ, ധാരാളം ജലം. അത്തുയൂർ, പക്ഷികൾ. അൽ ഹയവാനാത്ത്, മൃഗങ്ങൾ. അൽ അഷ്ജാർ, മരങ്ങൾ. യുർവി, കുടിപ്പിക്കുന്നു. നുഫയാത്തുൻ, മാലിന്യങ്ങൾ. ഫസുലു സൈഫി, വേനൽക്കാലം. മൗസിമുൽ മത്വർ, മഴക്കാലം. മുലവ്വസത്തുൻ, മലിനീകരിക്കപ്പെട്ടത്. കഥ, കുറിപ്പ്, പാരഗ്രാഫ് ഇതൊക്കെ എഴുതുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എന്തിനെക്കുറിച്ചാണോ എഴുതുന്നത് അതിനൊരു ഹെഡിങ് കൊടുക്കുക. ഹെഡിങ് കൊടുക്കാൻ പ്രയാസമുള്ളവർ ചോദ്യത്തിൽ എന്തിനെക്കുറിച്ചാണോ ചോദിച്ചത് അത് ഹെഡിങ് ആയി നൽകുക. നാം ഹെഡിങ് ആയി ഇവിടെ കൊടുക്കുന്നത് നെഹ്റു ഭാരത അല്ലെങ്കിൽ നെഹ്റു ഷാലിയാർ, ചാലിയാർ പുഴ, ഭാരതപ്പുഴ. കാന ഹുനാക നഹ്റുൻ യജ്രി ബിമിയാഹിൻ നഖിയ, ശുദ്ധമായ ജലം വഹിക്കുന്ന ഒരു പുഴ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു പോയിന്റ് നമുക്ക് ചോദ്യപേപ്പറിലുള്ളതെടുത്ത് വിപുലീകരിച്ചെഴുതിയതിന് ശേഷം നാം സ്വന്തമായിട്ട് അടുത്ത സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക. അതാണ് കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതാനുള്ളൊരു തന്ത്രം. വക്കാനത്ത് ഫീഹി അസ്മാക്കുൻ കസീറ, അതിൽ ധാരാളം മത്സ്യങ്ങളുണ്ടായിരുന്നു. ഏതൊരു പുഴയിലും ധാരാളം മത്സ്യങ്ങളുണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാം. ഇസ്മുഹു നെഹ്റു ഭാരത, അതിൻ്റെ പേരാണ് ഭാരതപ്പുഴ അല്ലെങ്കിൽ നെഹ്റു ഷാലിയാർ, ചാലിയാർ പുഴ. വക്കാനത്ത് ഫീഹി മിയാഹുൻ കസീറ, അതിൽ ധാരാളം വെള്ളമുണ്ടായിരുന്നു. തജ്രി ഹാദിഅത്തൻ ലൈലൻ ഹാരിൻ, രാവും പകലുമായിട്ട് ശാന്തമായത് ഒഴുകും. വക്കാന യുർവി അത്തുയൂർ, വീണ്ടും നമ്മൾ പോയിന്റിലേക്ക് വരികയാണ്. അത് പക്ഷികളെ കുടിപ്പിച്ചിരുന്നു. വൽ ഹയവാനാത്ത്, മൃഗങ്ങളെയും. വൽ അഷ്ജാർ, മരങ്ങളെയും. വൽ ഉനാസി, നമ്മളവിടെ പ്രത്യേകമായി ആഡ് ചെയ്തതാണ്, മനുഷ്യരെയും. വബഅദസനവാത്തിൻ, വർഷങ്ങൾക്ക് ശേഷം. തഗയ്യറത്ത് അഹ്വാലുഹ,
അതിൻ്റെ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. ഇസ്തഗല്ലൽ ഇൻസാനു റിമാലഹ, അതിലെ മണലെല്ലാം മനുഷ്യൻ വാരിയെടുത്തു, കവർന്നെടുത്തു. റമൗ അന്നുഫയാത്തു ഇലൈഹ, അതിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞു. വഹമലസുന്നു ഇല ഷവാത്തി ഹത്താ ഫി മൗസിമിൽ മത്തുരി, മഴക്കാലത്ത് പോലും ആ പുഴ തീരങ്ങളിലേക്ക് വിഷം വഹിച്ചു. സദ്ദൽ ഇൻസാനു അസുദൂദ്, മനുഷ്യൻ അണക്കെട്ടുകൾ നിർമ്മിച്ചു. ഫസ്വാറത്ത് കഅയിനിൻ സഗീർ, അതിനുശേഷം താഴെയുള്ള ഭാഗമെല്ലാം ചെറിയ ഒരു അരുവി പോലെയായി തീർന്നു. സ്വാറൽ മാ ഉസ്വാഫി നാക്കില സുമ്മൽ മുലവസ്, ശുദ്ധജലം മലിനീകരിക്കപ്പെട്ട വിഷം വഹിക്കുന്ന ഒരു പുഴയായി അത് മാറി. ഇവിടെ നമുക്ക് പ്രയോഗിക്കാവുന്ന തന്ത്രങ്ങൾ നല്ല ഒരു ഹെഡിങ് നൽകുക, അതുപോലെ ഒരു സെൻറ്റൻസിന് ശേഷം അടുത്ത സെൻറ്റൻസ് നമ്മുടേതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ അവസാനം നല്ലൊരു ഇബറത്ത്, ഒരു ഗുണപാഠം കൂടെ നൽകുക. 18ാമത്തെ ചോദ്യം, കവ്വിൻ മുൽസഖൻ ലിഹിഫാലി അലൽ മിയാഹ്, ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ തയ്യാറാക്കുക. 2 വിധം പോസ്റ്ററുകളാണ് നിങ്ങൾ 1-2 യൂണിറ്റുകളിലായി പഠിക്കുന്നത്. അതിൽ 28, 29, 40 പേജുകളിൽ ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളാണ്. നമുക്ക് പോസ്റ്റർ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വളരെ ഭംഗിയിൽ ചതുരം വരച്ച് പ്രധാന പോയിന്റുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്തിനെക്കുറിച്ചാണോ അത് ഷോ ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ പോസ്റ്റർ തയ്യാറാക്കണം. നമ്മളിവിടെ തയ്യാറാക്കിയതൊന്ന് പരിശോധിക്കാം. ആദ്യം ആയത്ത് കൊടുത്തു. നിങ്ങൾ 40ാമത്തെ പേജിൽ പഠിച്ചിട്ടുണ്ട്. കുലു വഷ്റബു വലാ തുസ്രിഫു, നിങ്ങൾ ഭക്ഷിക്കുക, കുടിക്കുക, നിങ്ങൾ ധൂർത്ത് കാണിക്കരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, തീർച്ചയായിട്ടും അവൻ ധൂർത്ത് കാണിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല. അടുത്ത പോയിന്റ്, ലാ നുളിഉ ഖത്രത മാ, ഒരു തുള്ളി വെള്ളം പോലും നാം പാഴാക്കുകയില്ല. അടുത്ത പോയിന്റ്, മാർച്ച് 22 ലോക ജലദിനമാണ്. ഹിഫാലുൽ മാഇ ലറൂറിയുൻ, ജലസംരക്ഷണം നിർബന്ധമാണ്. അൽ മാഉ സമീനുൻ, വെള്ളം മൂല്യവത്തായതാണ്. ഇതുപോലെയുള്ള പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാവുന്നതാണ്. രണ്ടാമതായി വരുന്നത്, 2ാമത്തെ പോസ്റ്റർ ശ്രദ്ധിക്കുക. അതിനായി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ 18ാമത്തെ പേജ് കൂടെ സെലക്ട് ചെയ്ത് വെക്കുക. 2ാമത്തെ പോസ്റ്റർ ശ്രദ്ധിക്കാം. അതിന് 18ാമത്തെ പേജ് എടുക്കുക. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നുറാജി ഉന്നസ്വ വനുഇദ്ദു മുൽസഖൻ അനിൽ ലുഗത്തിൽ അറബിയ, അറബിക് ഭാഷയെക്കുറിച്ച് നാം ഒരു പോസ്റ്റർ തയ്യാറാക്കുക. പാഠഭാഗം നിരീക്ഷിച്ചതിന് ശേഷം ഇവിടെ കൊടുത്തത് നോക്കുക. അൽ യോമുൽ ആലമി ലിൽ ലുഗത്തിൽ അറബിയ, അറബിക് ഭാഷയ്ക്കുള്ള അന്താരാഷ്ട്ര ദിനം ഡിസംബർ 18-നാണ് എല്ലാ വർഷവും അന്താരാഷ്ട്ര അറബിക് ഭാഷാ ദിനമായി ആഘോഷിക്കുന്നത്. ലുഗത്തുല്ലാദ്, അറബിക് ഭാഷയുടെ മറ്റൊരു പേരാണ് ലുഗത്തുല്ലാദ്. ലുഗത്തു ഉമമിൽ മുത്തഹിദ, ഐക്യരാഷ്ട്ര സഭയുടെ ഭാഷ. ബിന്തു അദ്നാൻ, അറബിക് ഭാഷയുടെ സൂചിപ്പിക്കപ്പെട്ട പേരിന് പുറമെയുള്ള മറ്റൊരു പേരാണ് ബിന്തു അദ്നാൻ. ലുഗത്തുൽ ഖുർആൻ, ഖുർആനിൻ്റെ ഭാഷ. ഇങ്ങനെയൊക്കെ ഫോണ്ടുകൾ പല രീതിയിൽ മാറ്റി നിങ്ങൾക്ക് പോസ്റ്ററുകൾ തയ്യാറാക്കാം. എന്തിനെക്കുറിച്ചാണോ ചോദിച്ചത് അത് വളരെ പ്രാധാന്യത്തോടെ തന്നെ പോസ്റ്ററിൽ കാണേണ്ടതുണ്ട്. 19ാമത്തെ ചോദ്യം, നൊഇദ്ദു മുദക്കിറത്തൻ അൻ അഹ്മിയത്തിൽ മാ, വെള്ളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കാം. വ ഇസ്തിഹ്ലാക്കിഹി, അതിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ചും. ബിസ്തിആനത്തിൻ നിഖാത്തിൽ ആത്തിയ, വരുന്ന പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ. പോയിന്റുകളുടെ അർത്ഥം പറയാം. അസാസുൽ ഹയാത്ത്, ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ലറൂറിയുൻ, നിർബന്ധമാണ്. നബാതാത്തുൻ, ചെടികൾ. ഹയവാനാത്തുൻ, മൃഗങ്ങൾ. ഹിമായത്തുൽ ബിഅ, പരിസ്ഥിതി സംരക്ഷണം. അൽ ഹിഫാൽ, സൂക്ഷിക്കുക.
നഖിയൻ ശുദ്ധമായ, അൽ മവാരിദ് സ്രോതസ്സുകൾ, ത്വബുഹുൽ അത്ഇമ ഭക്ഷണം പാകം ചെയ്യൽ, സിഹത്തുൽ ജിസ്മ് ശരീരത്തിൻ്റെ ആരോഗ്യം, ഖില്ലത്തുൽ മാ വെള്ളത്തിൻ്റെ കുറവ്. ഒരു കുറിപ്പ് പോലെയുള്ളവ എഴുതുമ്പോൾ ഒരു ഹെഡിങ് കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് 1/2 മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വാക്യം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സ്വന്തമായി ഒരു വാക്ക് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഒരു കുറിപ്പ്, അതല്ലെങ്കിൽ ഒരു പാരഗ്രാഫ്, അല്ലെങ്കിൽ ബയാൻ, കിസ്സ ഏതുമാവട്ടെ, നിങ്ങൾക്ക് നല്ലൊരു ഹെഡിങ് കൊടുക്കുന്നതിലൂടെ 1/2 മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഹെഡിങ് എങ്ങനെ കൊടുക്കണമെന്ന് നാം മുമ്പ് സൂചിപ്പിച്ചു. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരു വാക്യം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തായി നിങ്ങൾ സ്വന്തമായിട്ടൊരു വാക്യം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അഹ്മിയത്തുൽ മാ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മോട് എഴുതാൻ പറഞ്ഞത് എന്നതുകൊണ്ട് തന്നെ അഹ്മിയത്തുൽ മാ എന്ന് തന്നെ ഹെഡിങ് കൊടുക്കുന്നു. അൽ മാ ഉ അസാസുൽ ഹയാത്ത്, ഇത് ടെക്സ്റ്റ് ബുക്കിലെ പോയിൻ്റാണ്. അതിനുശേഷം നാം തന്നെ പുതിയ ഒരു പോയിൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അൽ മാ ഉ അസാസുൽ ഹയാത്ത്, വെള്ളം ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. വഹുവ നിഅമത്തുൻ മിനല്ലാഹി തആല, അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു അനുഗ്രഹമാണ്. വഹുവ ലറൂറിയുൻ ലിന്നബാതാതി വൽ ഹയവാനാത്ത്, അത് മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും അനിവാര്യമാണ്. വൽ അനാസി, അതവിടെ നമ്മൾ ചേർത്തതാണ്, മനുഷ്യർക്കും. ഹിമായത്തുൽ ബിഅ, പരിസ്ഥിതി സംരക്ഷണം. അമ്രുൻ ലറൂറിയുൻ ലിൽ ഇൻസാൻ, മനുഷ്യന് വേണ്ട പ്രധാന കാര്യമാണ്. അൽ ബിഅത്തു മഖറുൻ ലിൽ ജീലിൽ ജദീദ്, പരിസ്ഥിതി അത് പുതിയ തലമുറക്കുള്ള ആവാസ കേന്ദ്രമാണ്. ഹിഫാലുൽ ബിഅ തുനഖി മവാരിദുൽ മിയാ, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നത് ജലസ്രോതസ്സുകളെ ശുദ്ധമാക്കുന്നു. മിഥിലൽ ആബാരി, കിണറുകൾ പോലെ. വൽ അൻഹാർ, പുഴകൾ പോലെ. വൽ ബിറക്, കുളങ്ങൾ പോലെ. വൽ ഉയൂൻ, അരുവികൾ. വഗൈറഹ, അതല്ലാത്തവയും. അൽ മാ ഉസ്വാഫി, ശുദ്ധജലം. വാജിബുൻ ലിത്വബ്ഖിൽ അത്ഇമ, ഭക്ഷണം പാകം ചെയ്യാൻ നിർബന്ധമാണ്. വലിയകൂനൽ ജിസ്മ സിഹ, അതേപോലെ തന്നെ ശരീരം ആരോഗ്യകരമായി തീരാനും. ഖില്ലത്തുൽ മാ, ജലദൗർലഭ്യം. ഹിയ ഖളിയ്യത്തുൽ മുഖീഫ ഫിൽ ആലം, ലോകത്തിലെ ഭയപ്പെടുത്തുന്ന ഒരു പ്രശ്നമാണത്. 20ാമത്തെ ചോദ്യം, നഖ്റഉൻ നിഖാത്ത്, പോയിന്റുകൾ നമുക്ക് വായിക്കാം. വനുഇദ്ദു ഖിസ്സതൻ ദാതിയ, എന്നിട്ട് സെൽഫ് സ്റ്റോറി, ആത്മകഥ തയ്യാറാക്കാം. ലിലുഗത്തിനൽ നമ്മുടെ മാതൃഭാഷ. ടെക്സ്റ്റ് ബുക്കിലെ 19ാമത്തെ പേജ് എടുക്കാം. ഏത് ഭാഷയുടെ ആത്മകഥ ചോദിച്ചാലും അത് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് പറയുന്ന ട്രിക്കുകളും ടെക്നിക്കുകളും അടങ്ങിയ ഒരു ഭാഗമാണിത്. അർത്ഥം നോക്കാം. ഉളുവുൻ മിനൽ ഉസ്രത്തി ദ്രാവിഡിയ, ദ്രാവിഡിയൻ കുടുംബത്തിൽപ്പെട്ട ഒരു അംഗം. തുഞ്ചത്ത് എഴുത്തച്ഛൻ, മാതൃഭാഷയുടെ പിതാവ്, മലയാള ഭാഷയുടെ പിതാവ്. അഫ്തഖിർ ബി തുറാസി, എൻ്റെ പാരമ്പര്യത്തെ തൊട്ട് ഞാൻ അഭിമാനിക്കുന്നു. ഖനിയത്തുൻ ബിൽ ഫുനൂനി വൽ ആദാബ്, സാഹിത്യം കൊണ്ടും കല കൊണ്ടും ധന്യമായ. അൽ കുത്തുബുൽ ഇൽമിയ, വൈജ്ഞാനിക പുസ്തകങ്ങൾ. അൽ റിവായാത്തു വൽ മസ്രഹിയാത്തു വൽ ഖിസസ്, കഥകളും നാടകങ്ങളും നോവലുകളും. വൈക്കം മുഹമ്മദ് ബഷീർ, കേരളത്തിൻ്റെ സാഹിത്യകാരൻ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ 16ാമത്തെ പേജിലേക്ക് വരാം. അവിടെ അറബിക് ഭാഷയുടെ സെൽഫ് സ്റ്റോറി നമുക്ക് കാണാൻ കഴിയും. ലുഗത്തുല്ലാദ്, അതാണ് ഹെഡിങ്. മലയാളത്തെക്കുറിച്ചാണെങ്കിൽ ലുഗത്തു മലയാളം എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ലുഗത്തു കൈരള എന്ന് കൊടുക്കാം. ഇംഗ്ലീഷ് ആണെങ്കിൽ ലുഗത്തുൽ ഇൻജിലീസിയ എന്ന് കൊടുക്കാം. സ്റ്റാർട്ടിങ് നോക്കൂ. അന ബിന്തു അദ്നാൻ, ഞാൻ ബിന്തു അദ്നാനാണ്. മലയാളമാണെങ്കിൽ അന ഉളുവുൻ മിനൽ ഉസ്രത്തി ദ്രാവിഡിയ എന്ന നേരത്തെ ആദ്യ പോയിൻ്റ് നമുക്ക് കൊടുക്കാം. അതിനുശേഷം യുസമ്മീനി അൽ അഹ്ബാബു, പ്രിയപ്പെട്ടവർ എന്നെ വിളിക്കുന്നു. ബില്ലുഗത്തില്ലാദ് എന്ന് വിളിക്കുന്നു എന്നതിന് പകരമായിട്ട് മലയാളമാണെങ്കിൽ അൽ അഹ്ബാബു ബില്ലുഗത്തി കേരള, എൻ്റെ പ്രിയപ്പെട്ടവർ എന്നെ കേരളത്തിൻ്റെ ഭാഷ എന്ന് വിളിക്കുന്നു.
അതിനുശേഷം നമ്മുടെ പോയിൻസിൽ തന്ന തുഞ്ചത്തെഴുത്തച്ഛൻ ഹുവ അബുല്ലുഗത്തിൽ മലയാളമിയ എന്ന് കൊടുക്കാം. തുഞ്ചത്തെഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ്. അതിനുശേഷം തജിദൂനനി ഫി കുല്ലി മജാലിൻ, എല്ലാ മേഖലകളിലും നിങ്ങൾക്കെന്നെ കാണാം. ഫിൽ ഉലൂമി വ ടെക്നോളജിയ, ശാസ്ത്ര ടെക്നോളജി മേഖലകളിൽ. വഫി മൈദാനിൽ ഫന്നി വൽ അദബി വഫി സിനാഅതി വ തിജാറ, കച്ചവട വ്യവസായ സാഹിത്യ കലാ മേഖലകളിലെല്ലാം. ഇതാ ദഖൽതുമുസ്സൂഖൽ മർക്കസി, നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പ്രവേശിച്ചാൽ തറൗനനി അലൽ ഗുൽഫി വൽ ഉലുബാത്ത്, എന്നെ പാക്കറ്റുകളിലും കവറുകളിലും നിങ്ങൾ കാണും. വഫില്ല ഇഹാത്തി വൽ ഏലാനാത്ത്, പരസ്യങ്ങളിലും ബോർഡുകളിലും നിങ്ങൾക്കെന്നെ കാണാം. ഈ ഭാഗങ്ങളൊക്കെ ഏത് ഭാഷയെക്കുറിച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നൊക്കിഷ ഇസ്മി, എൻ്റെ പേര് കൊത്തിവെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഒരു മാറ്റം വരിക. ഇംഗ്ലീഷിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ എഴുതാം. ഇനി മലയാളത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നൊക്കിഷ ഇസ്മി, എൻ്റെ പേര് കുത്തിവെച്ചിട്ടുണ്ട്. അലാ റൂബിയ അൽ ഹിന്ദിയ, ഇന്ത്യൻ രൂപയുടെ മേലെ. അൽ മക്തബാത്തു മലീഅത്തുൻ, ലൈബ്രറികൾ നിറഞ്ഞതാണ്. ബിൽ കുത്തുബിൽ അറബിയ, അറബിക് ബുക്കുകൾ എന്നുള്ളതിന് പകരം മലയാളമാണെങ്കിൽ അൽ മലയാളമിയ, ഇംഗ്ലീഷാണെങ്കിൽ അൽ ഇൻജിലിസിയ. വസിഉത്തു ജമീഉ അൻവാ ഇൽ അദബ്, വസിഉത്തു ഞാൻ വിശാലമായി, ജമീഅ അൻവാ ഇൽ അദബ് എല്ലാ സാഹിത്യ ഇനങ്ങളിലും. അവിടെ നമ്മുടെ പോയിൻ്റുകളിലെ അനഖനീയത്തുൻ എന്ന് തുടങ്ങുന്ന ആ പോയിൻ്റ് കൊടുക്കാം. അതിനുശേഷം മിന റിവായാത്തി വൽ മസ്രഹിയാത്തി, നാടകങ്ങൾ പോലെ നോവലുകൾ പോലെ. മിന എന്നതിന് പകരം മിഥ്ല എന്ന് കൊടുത്താൽ മതി. വൽ ഖിസസ്, കഥകൾ പോലെ. വൽ അഖാസീസ്, ചെറുകഥകൾ പോലെ. വൽ അഷ്ആർ വൽ അനാഷീദ്, ഗാനങ്ങൾ പോലെ, പദ്യങ്ങൾ പോലെ. അഫ്തഖറു ബിതുറാസി, എൻ്റെ പാരമ്പര്യത്തെ തൊട്ട് ഞാൻ അഭിമാനിക്കുന്നു. ഈ മേഖലകളൊക്കെ ഏത് ഭാഷകളെക്കുറിച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഫുൾ മാർക്ക് വാങ്ങാവുന്നതാണ്. ഈ വീഡിയോ ക്ലാസ് ഏകദേശം അവസാനിപ്പിക്കുകയാണ്. സ്കിപ്പ് ചെയ്ത 4 പേജുകളുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാം. 30ാമത്തെ പേജാണ് 1. തഅലീഖ് നൽകുക എന്നതാണ് അവിടെയുള്ള വർക്ക്. തഅലീഖിൻ്റെ അർത്ഥം അടിക്കുറിപ്പ് എന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഖില്ലത്തുൽ മാ ഹിയ ഖളിയത്തുൽ ആലം, ലോകത്തിൻ്റെ പ്രശ്നം അത് ജല ദൗർലഭ്യമാണ് എന്നാണ് അർത്ഥം. അതുപോലെ 34ാമത്തെ പേജിലെ നാടകത്തിലെ കഥാപാത്രങ്ങൾ ആരൊക്കെ, അവരുടെ വയസ്സെത്ര എന്നതൊക്കെ നിങ്ങൾക്ക് നോക്കാം. അതുപോലെ 40ാമത്തെ പേജിലെ സൂ ഇസ്തിഹലാക്കുൽ മാ, വെള്ളം ദുരുപയോഗം ചെയ്യുന്നത് സ്കൂളിലെങ്ങനെ, വീട്ടിലെങ്ങനെ, പള്ളിയിലെങ്ങനെ, മറ്റു സ്ഥലങ്ങളിൽ എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യുമെന്ന് പഠിക്കണം. അതുപോലെ വസ്ഫു ഷഖ്സിയാത്ത്, കഥാപാത്രങ്ങളുടെ വിശേഷണങ്ങളും അതേ പേജിൽ കാണാം. അവരുടെ വയസ്സ്, ഡ്രസ്സ്, അവരുടെ നിൽപ്പ്, മുഖഭാവം ഇതൊക്കെ നോക്കി പോകേണ്ടതുണ്ട്. അതുപോലെ 41ാമത്തെ പേജിലെ ഹിവാർ, സിമ്പിൾ ഏരിയയാണ്. അധ്യാപകർ അതിൻ്റെ നോട്ട്സ് തന്നിട്ടുണ്ടാവും, നോക്കി നന്നായി പഠിക്കുക. പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം കൂടെ പറയാം. അന്നഷാത്വാത്തു ലിൽ ഹിഫാലി അലൽ മിയ, ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ. ടെക്സ്റ്റ് ബുക്കിലെ 28ാമത്തെ പേജ്. ഖത്വത്തൂലിൽ ഖിയാമിലി ബിനഷാത്വാത്തിൻ മുതനവ്വിഅ, വ്യത്യസ്ത പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ അവർ പ്ലാൻ ചെയ്തു. ലിൽ ഹിഫാലി അലൽ മിയാഹി ഫി ഖറിയതിഹിം, അവരുടെ ഗ്രാമത്തിലെ ജലസംരക്ഷണത്തിന് വേണ്ടി. നതഖയ്യലുൻ നഷാത്വാത്ത്, നമുക്ക് ആ ആക്ടിവിറ്റികൾ, ആ പ്രവർത്തനങ്ങൾ മനസ്സിൽ കണ്ടെഴുതാം. 1ാമത്തെ ഉത്തരങ്ങളിൽ 1ാമത്തേത് യുഅദ്ദൂനൽ മുൽസഖാത്ത്, പോസ്റ്ററുകൾ തയ്യാറാക്കുന്നു. യത് ഹബൂന ഇലൽ ബുയൂത്തി വയൽഖ അത്തൗഇയ, വീടുകളിലേക്ക് പോകുന്നു, അവർക്ക് അവബോധം നൽകുന്നു. അൽ ഖുത്ബത്തു ഇൻദ മനാത്തിക്കിൽ മുഹിമ്മ, ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന പ്രധാന ഇടങ്ങളിൽ പ്രസംഗങ്ങൾ നടത്തുന്നു. മജ്മുഅത്തു വാട്സപ്പ് കൂട്ടായ്മകൾ. തൻലീഫു മവാരിദുൽ മിയാ, ജലസ്രോതസ്സുകൾ വൃത്തിയാക്കൽ. അത്തൗഇയത്തു അലർ റംഇ അൽ ഫുളലാത്തു വൽ ഖുമാമാത്തു ഇലൽ ഖാരിജി, മാലിന്യങ്ങളും അവശിഷ്ടങ്ങളും പുറത്തേക്ക് വലിച്ചെറിയുന്നതിനെ തൊട്ട് അവബോധ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നു. അവസാനമായി
ഈ 2 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ക്ലാസ് പൂർണ്ണമാവില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് 21ാമത്തെ ചോദ്യം. ഇങ്ങനെ ഒരു ചോദ്യം 95% നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ചോദ്യം: ഇഖ്തരി സത്റൽ മുനാസിബ ലിത്തസ്രീഹിൽ ആത്തിയ. താഴെയുള്ള പ്രസ്താവനയ്ക്ക് യോജിച്ച വരി കണ്ടെത്തുക. ടെക്സ്റ്റ് ബുക്കിലെ 20ാമത്തെ പേജിലെ ഏറ്റവും താഴെയുള്ള 3 വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലുഗത്തുല്ലാദ്, ലാദിൻ്റെ ഭാഷ ജമീലത്തുൻ വലഹ ഹലാവ. അത് ഭംഗിയുള്ളതാണ്, അതിന് മാധുര്യമുണ്ട്. ഇതിന് യോജിക്കുന്ന വരി നമുക്ക് താഴെയുള്ളതിൽ നിന്ന് ഏതാണെന്ന് കണ്ടെത്താം. ലുഗത്തിൽ ഫുസ്ഹ ദോമൻ തബക്കി, സാഹിത്യ ഭാഷ അത് എന്നും നിലനിൽക്കും. കൻസൻ ലിൽ അഹ്ഫാദ്, തലമുറക്കൊരു നിധിയായി, അതതിന് യോജിക്കുന്നതല്ല. മുത്തഅല്ലിഖത്തുൻ മുത്തതവ്വിറത്തുൻ ഹിയ ലുഗത്തുൽ ഹയ്യ, യോജിക്കുന്നതല്ല. മാ അർവഹ, എത്ര ഭംഗിയുള്ളതാണ്. മാ അഹ്ലാഹ, എത്ര മാധുര്യമുള്ളതാണ്. ലുഗത്തി അൽ അറബിയ, എൻ്റെ ഭാഷയായ അറബിക് ഭാഷ, ഇതാണ് ഇതിന് യോജിക്കുന്നത്. ഇങ്ങനെയൊരു ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് വന്നാൽ കണ്ടെത്താനുള്ള ട്രിക്സ് പറയാം. ഒരേ പദം എവിടെയൊക്കെ വരുന്നുണ്ട് എന്ന് നോക്കുക. വ്യത്യസ്ത ഫോർമാറ്റുകളിലേക്ക്, മാലി, മുലാരി, അംറ് തുടങ്ങിയ ഫോർമാറ്റുകളിലേക്ക് മാറിയ പദങ്ങളുണ്ടോ എന്ന് നോക്കാം. മുത്തറാദിഫ് വരുന്നുണ്ടോ എന്ന് നോക്കാം. അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആശയം യോജിക്കുന്നത് ഏതിനാണെന്ന് നോക്കാം. 22ാമത്തെ ചോദ്യം: ല ഫാത്തിമ മക്കാന റാഷിദ്. റാഷിദിൻ്റെ സ്ഥാനത്ത് ഫാത്തിമയെ ചേർക്കുക. ഉത്തരം വരേണ്ടത് ഫാത്തിമത്തുൻ ബിൻതുൻ നഷീത്വത്തുൻ തദുറുസു ഫിസ്സാമിൻ അബൂഹ മുസാരിഉൻ. ഈ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് 100% ഉപകാരപ്പെടും എന്ന് ഉറപ്പാണ്. തീർച്ചയായിട്ടും നിങ്ങൾ നന്നായി പഠിച്ച് നന്നായി മനസ്സിലാക്കി പരീക്ഷ എഴുതുക. വിജയം നിങ്ങളുടെ പിന്നാലെയുണ്ട്. വിജയാശംസകൾ.